Second type of ADC നമുക്ക് നോക്കാം. Counter ADC. Analog to digital converter. Counter type analog to digital converter. So a counter type ADC produces a digital output which is approximately equal to the analog input by using counter operation internally. So the main blocks, the counter type ADC mainly consists of 5 blocks: clock signal generator, counter, DAC, comparator and control logic. അതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നത് നോക്കാം. അതിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം ആണ്, സർക്യൂട്ട് ആണ് നമ്മൾ ഇവിടെ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. സർക്യൂട്ടിൽ നമ്മൾ പറഞ്ഞതുപോലെ ഒരു ക്ലോക്ക് സിഗ്നൽ നമുക്ക് അതിനകത്ത് പ്രൊവൈഡ് ചെയ്യണം, ഒരു കമ്പാരേറ്റർ സർക്യൂട്ട് ഉണ്ട്, ഒരു കൗണ്ടർ വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു കൺട്രോൾ സർക്യൂട്ടറി ഉണ്ട്, ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ DAC ഉണ്ട്. അതേപോലെ ഈ ഡാറ്റയെല്ലാം സേവ് ചെയ്ത് വെക്കാൻ ഒരു ലാച്ച് അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റ് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 8-bit ഡിജിറ്റൽ ഔട്ട്പുട്ട് ആണ് നമ്മൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് 8-bit ലാച്ച് നമ്മളിവിടെ യൂസ് ചെയ്തു. ഇനി അതെങ്ങനെയാണ് ഫംഗ്ഷൻ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ഇതിൽ കമ്പാരറ്റർ സർക്യൂട്ടിന്റെ ഫംഗ്ഷൻ എന്താണ്? അതിന്റെ 2 ഇൻപുട്ട് ഉണ്ടായിരിക്കും. ആ 2 ഇൻപുട്ടിൽ വരുന്ന സിഗ്നലിനെ തമ്മിൽ കമ്പയർ ചെയ്ത് ഇതിനകത്ത് ഹയർ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു പോയിന്റിൽ നമ്മൾ അനലോഗ് ഇൻപുട്ട് സിഗ്നൽ കൊടുക്കുന്നു. ഇതിനെ നമുക്ക് വേണമെങ്കിൽ VA എന്ന് വിളിക്കാം. ഇൻപുട്ട് വോൾട്ടേജ് നമുക്ക് VA എന്ന് കൺസിഡർ ചെയ്യാം. ആ ഇൻപുട്ട് വോൾട്ടേജും ഇവിടെ നമ്മൾ കൺവേർട്ട് ചെയ്തെടുത്ത D2A ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിന്റെ ഒരു ഔട്ട്പുട്ട് ഉണ്ട്. ആ ഔട്ട്പുട്ടും കൂടി ഇവിടെ കമ്പയർ ചെയ്യുന്നു. അപ്പൊ അനലോഗ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഇതിനെ അപേക്ഷിച്ച് ഹൈ ആയിരിക്കുന്നിടത്തോളം നേരം ഇതിന്റെ ഔട്ട്പുട്ട് കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ടിൽ ഒരു ഹൈ പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മൾ അനലോഗ് വോൾട്ടേജ് VA എന്നും ഇൻപുട്ട് വോൾട്ടേജ് ഇത് VA എന്നും എഴുതി കഴിഞ്ഞാൽ VAയേക്കാൾ ഗ്രേറ്റർ ആയിരിക്കുന്ന കണ്ടീഷനിൽ കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് ഹൈ ആയിരിക്കും. ആ ഹൈ ആയിരിക്കുന്ന കണ്ടീഷനിൽ നമ്മളൊരു ആൻഡ് ഗേറ്റിലേക്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഗേറ്റിന്റെ മറ്റേ ഇൻപുട്ട് എന്ന് പറയുന്നത് ഒരു ക്ലോക്ക് ആണ്. അപ്പോൾ ക്ലോക്ക് സിഗ്നൽ ഹൈ ആവുകയും ഇത് ഹൈ ആയിരിക്കുന്ന സമയത്ത് ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് 1 ആവും. അപ്പൊ ഇത് ഇനിഷ്യേറ്റ് ചെയ്യും. അപ്പൊ ഇത് 1 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യണം? ഇതൊരു കൗണ്ടർ ആണ്. ആ കൗണ്ടർ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ ക്ലോക്കിലേക്ക്, ഇത് ക്ലോക്ക് പോയിന്റിലേക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന ICന്റെ. അപ്പൊ അത് ഓട്ടോമാറ്റിക്കലി കൗണ്ട് ചെയ്യാൻ തുടങ്ങും. എപ്പോഴേ കൗണ്ട് ചെയ്ത് ഏത് സമയത്താണോ ഈ അനലോഗ് ഇൻപുട്ട് എന്ന് പറയുന്നത് ഈ മറ്റേ ഇൻപുട്ടിനെ അപേക്ഷിച്ച് ഇവിടുന്ന് വരുന്നത് സിഗ്നലിനെ അപേക്ഷിച്ച് ലെസർ ആകുമ്പോഴേക്കും ഇവിടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 വരും. അത് ഈ ആൻഡ് ഗേറ്റിനെ ഓഫ് ആക്കും. ആൻഡ് ഗേറ്റ് ഓഫ് ആകുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പൊ നമ്മളുടെ കൗണ്ടിങ് ഇവിടുന്നൊരു ആ സിഗ്നൽ എന്ന് പറയുന്ന കൺട്രോൾ സിഗ്നൽ ആയിട്ട് ഇതിൽ ചെല്ലും. കൺട്രോൾ സിഗ്നൽ എന്ന് പറയുന്നത് ഇതിന്റെ കൗണ്ടിങ് സ്റ്റോപ്പ് ചെയ്യും. ഇതിനെ ക്ലിയർ ജനറേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇതിന്റെ കൗണ്ടിങ് സീക്വൻസിനെ എല്ലാം ക്ലിയർ ചെയ്ത് വീണ്ടും റീസെറ്റ് ചെയ്ത് 0. അപ്പൊ ഇനിഷ്യലി സ്റ്റാർട്ട് ഓൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ കൺട്രോൾ സിഗ്നൽ ക്ലിയർ സിഗ്നൽ ഔട്ട്പുട്ടിന് ക്ലിയർ സിഗ്നൽ കൊടുത്തുകൊണ്ട് കൗണ്ടർ ഇനിഷ്യലി റീസെറ്റ് ചെയ്ത് 0യിലേക്ക് വയ്ക്കും. എന്നിട്ടാണ് നമ്മൾ ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുന്നത്. ഇൻപുട്ട് സിഗ്നൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിനെ കമ്പയർ ചെയ്തിട്ട് കമ്പാരേറ്റർ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്യും. അപ്പോൾ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ ഇത് എങ്ങനെയാണ് ഇത് കമ്പയർ ചെയ്യുന്നതെന്ന് നമ്മൾ നോക്കാം. ഇത് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്ത് ഇൻക്രീസ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടുന്ന് ജനറേറ്റ് ചെയ്യുന്ന സിഗ്നല് വരുന്നത് ഞാൻ ഒരു പോർഷൻ എന്ത് ചെയ്തു, ഒരു ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലേക്ക് കൊടുത്തു. അപ്പൊ ഇതിന്റെ ഔട്ട്പുട്ട് നേരെ എടുത്ത് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടറിലേക്ക് കൊടുത്തു. അപ്പൊ ഇവിടെ ജനറേറ്റ് ചെയ്ത ഡിജിറ്റൽ സിഗ്നലിനെ അനലോഗ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ആ അനലോഗ് ഇൻപുട്ടാണ് കമ്പാരറ്ററിന്റെ മറ്റേ ഇൻപുട്ടിലേക്ക് വരുന്നത്. അപ്പൊ ഈ ജനറേറ്റ് ചെയ്ത ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തിരിച്ച് ഫീഡ്ബാക്ക് ചെയ്ത് കമ്പാരറ്ററിന്റെ ഒരു ഇൻപുട്ടായിട്ട് വരും. അപ്പൊ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോഴത്തേക്കും ഇനിഷ്യലി ഈ കമ്പാരറ്ററിന്റെ ഈ എൻഡ് DACയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ലെസർ ആയിരിക്കും. അപ്പൊ ഇത് ലെസർ ആയിരിക്കുന്നിടത്തോളം നേരം അനലോഗ് ഇൻപുട്ട് V ഇൻപുട്ട് എന്ന് പറയുന്നതാണ് ഹയർ ആയിരിക്കുന്നത്. അപ്പൊ ഇത് ഓൺ ആണ്. ഇവിടെ 1 കിട്ടും. അത് 1 കിട്ടുമ്പോൾ ഇവിടെ ഓൺ ആയിരിക്കും. അപ്പൊ കൗണ്ടർ പിന്നെ ഇൻക്രിമെന്റ് ചെയ്ത് കൗണ്ട് പോകും.
അപ്പോൾ ആ ഇൻക്രിമെന്റ് ചെയ്യുന്ന കൗണ്ട് എന്ന് പറയുന്നത് എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യുന്നത്? ഇവിടുന്ന് ഫീഡ്ബാക്ക് ചെയ്ത് വരുന്ന വോൾട്ടേജ് ഇതുമായിട്ട് ഈക്വൽ ആകുന്ന സമയത്താണ് അതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിട്ട് വരിക. രണ്ട് വോൾട്ടേജും ഈക്വൽ ആവുന്ന കണ്ടീഷനിൽ ഇവിടെ 0 എന്ന് വരും. അപ്പോൾ ഇതെന്ന് പറയുന്ന ആൻഡ് ഗേറ്റിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആവും. 0 ആവുമ്പോഴത്തേക്കും ഈ കൗണ്ടർ കൗണ്ടിങ് സ്റ്റോപ്പ് ചെയ്യും. സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇതിന്റെ ഔട്ട്പുട്ടിൽ വരുന്നത് Q0 to Q7 വരുന്ന സിഗ്നൽസ് അങ്ങനെ നമ്മൾ ഈ 8-ബിറ്റ് ലാച്ചിലേക്ക് അല്ലെങ്കിൽ മെമ്മറി യൂണിറ്റിലേക്ക് ഞാൻ സേവ് ചെയ്തിട്ട് ഇത് ഔട്ട്പുട്ടിലേക്ക് അവൈലബിൾ ആക്കും. ഇത് നമ്മളുടെ കറസ്പോണ്ടിങ് ഡിജിറ്റൽ ഡാറ്റയാണ്. നമ്മൾ ഇൻപുട്ടിൽ കൊടുത്ത അനലോഗ് സിഗ്നലിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 8-ബിറ്റ് റെപ്രസെന്റേഷൻ ഓഫ് ഡാറ്റയാണ് കാണുന്നത്. ആ ഡാറ്റ നമ്മളുടെ ഇതിന്റെ ഔട്ട്പുട്ടിൽ എടുക്കും. അപ്പോൾ ഇങ്ങനെ നമ്മൾ കൗണ്ടറിനെ ഇൻക്രിമെന്റ് കൗണ്ട് ചെയ്താണ് നമ്മൾ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നുള്ളത് കൊണ്ടാണ് നമ്മളിതിനെ കൗണ്ടർ ടൈപ്പ് ADC എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു വർക്കിംഗ് സീക്വൻസ് ഇതിനകത്ത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതാണ് the control logic resets the counter and enables the clock signal generator in order to send the clock pulses to the counter when it received the start commanding signal. അപ്പോൾ അത് കൗണ്ട് ചെയ്യാൻ തുടങ്ങും. The counter gets incremented by 1 for every clock pulse and its value will be in binary. Digital ആണ് നമുക്ക് കിട്ടുന്നത്. This output of the counter is applied as an input of DAC. DAC converts the received binary input, which is the output of counter, into an analog output. Comparator compares this analog value. അതിനെ നമ്മൾ VA എന്ന് നെയിം ചെയ്തു. With the external analog input voltage VI. The output of the comparator will be 1 as long as VI is greater than VA. The operations mentioned above 2 steps will be continued as long as the control logic receives 1 from the output of the comparator. അങ്ങനെ കൗണ്ട് ചെയ്തുകൊണ്ടേ പോകും. അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് കമ്പാരറ്ററിന്റെ ഔട്ട്പുട്ട് വിൽ ബി 0 വെൻ VI ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു VA. നമ്മുടെ കമ്പാരറ്റർ രണ്ട് ഇൻപുട്സും ഈക്വൽ ആകുമ്പോഴാണ് അത് ഔട്ട്പുട്ട് 0 ജനറേറ്റ് ചെയ്യുക. ആ സമയത്ത് അത് കൗണ്ടർ ഡിസേബിൾ ആവും, കൗണ്ടിങ് സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ട് നമുക്ക് കിട്ടിയ സിഗ്നൽ ഡിജിറ്റൽ ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് സെൻഡ് ചെയ്യും. ഇത് ഒരു കൗണ്ടർ ടൈപ്പ് ADCന്റെ ഔട്ട്പുട്ട് വേവ് ഫോം ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. നമ്മളുടെ അനലോഗ് സിഗ്നലിൽ നിന്ന് നമ്മൾ ഡിജിറ്റൽ ഡാറ്റ ജനറേറ്റ് ചെയ്യുന്നു. എങ്ങനെയാണ് ജനറേറ്റ് ചെയ്തത്? നമ്മുടെ കമ്പാരറ്റർ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ ഇൻപുട്ട് സിഗ്നൽ ഇപ്പൊ അനലോഗ് സിഗ്നൽ 5 വോൾട്ടിലാണ്. ഇപ്പൊ 0 to 10 വോൾട്ട് മാർക്ക് ചെയ്തിരിക്കുന്നു, ടൈമിനനുസരിച്ചുള്ള വേരിയേഷൻസ്. അപ്പൊ ഇതിൽ 5 വോൾട്ട് ആണ്. അപ്പൊ എന്ത് ചെയ്യും? കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഡിജിറ്റൽ വാല്യൂവിനേക്കാളും ഇൻപുട്ട് വോൾട്ടേജ് ഹയർ ആണ്. അപ്പോൾ കൗണ്ടർ കൗണ്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പം 1 2 3 എന്ന് കൗണ്ട് ചെയ്ത് അപ്പോൾ അനലോഗ് അതിനനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹയർ ആയിരിക്കുന്നിടത്തോളം നേരം ഇതിന്റെ ഔട്ട്പുട്ട് ജനറേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഇത് കഴിഞ്ഞ് 1001 വരെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് ഇതാണ് മാക്സിമത്തിൽ നിൽക്കുന്നത്. അപ്പോൾ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ ഓർ ഗ്രേറ്റർ ദാൻ എന്നുള്ള പൊസിഷൻ വന്നു. അപ്പോൾ റീസെറ്റ് പൾസസ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇതിന് റീസെറ്റ് ചെയ്ത് 0യിലേക്ക് വരും. അപ്പോൾ വീണ്ടും നോക്കുമ്പോൾ അനലോഗ് സിഗ്നൽ എന്ന് പറയുന്ന ഹയർ ആണ്. വീണ്ടും അടുത്ത സ്റ്റെപ്പ് ഓഫ് ഇൻക്രിമെന്റ് കൗണ്ടർ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ ഇൻക്രിമെന്റ് ചെയ്ത് ഇതിപ്പം 1000 8ലേക്ക് എത്തിയപ്പോഴത്തേക്കും വീണ്ടും അത് ഈക്വൽ ആയി. പിന്നെ ഉള്ളതിനേക്കാളും ലെസർ ആണ്. വീണ്ടും എന്താണ് അനലോഗ് സിഗ്നൽ റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ വീണ്ടും ഇത് റീസെറ്റ് ചെയ്ത് 0യിലേക്ക് വരും. പിന്നെ അടുത്ത നെക്സ്റ്റ് കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ കൗണ്ടർ ഓരോ പ്രാവശ്യം കൗണ്ട് ചെയ്ത് വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഫസ്റ്റ് രജിസ്റ്ററിൽ നമ്മുടെ മെമ്മറിയിൽ ഏതായിരിക്കും സേവ് ചെയ്യുന്നത്? 1001 ആയിരിക്കും. പിന്നെ 8 ആണ് സേവ് ചെയ്തത്. പിന്നെ ഇത് 6 എന്ന് പറയുന്ന വാല്യൂ. അങ്ങനെ സേവ് ചെയ്ത് വാല്യൂ അതിനകത്ത് നമുക്ക് ഔട്ട്പുട്ടിലേക്ക് കിട്ടും. അപ്പോൾ ഇതിന്റെ ഒരു അനലോഗിന്റെ ഏകദേശം ഒരു ഔട്ടറിനെ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് നമുക്ക് കറസ്പോണ്ടിങ് ഡിജിറ്റൽ വാല്യൂ എന്ന് പറയുന്ന ഓരോ ഇൻസ്റ്റന്റിലും നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് അനലോഗ് സിഗ്നൽ ഡിജിറ്റലായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. താങ്ക് യു.